എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു 10 മണി മുതൽ 1 മണി വരെയുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഇന്നിപ്പോൾ ഏട്ടനും മോളും ഒന്നും ഇവിടെ ഇല്ല. സ്കൂൾ വെക്കേഷൻ ആണെങ്കിലും ആകെ ഒരു ഏകാന്തതയാണ്. അവരൊക്കെ രാവിലെ പോകും, പിന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. സാധാരണ സ്കൂളുള്ള ദിവസം പോലെ തന്നെ ഫീൽ ചെയ്യാണ് കേട്ടോ. അവർ ടൂറ് പോയതൊന്നും അല്ല കേട്ടോ. ഏട്ടന് ഇഞ്ചക്ഷൻ ഉണ്ട് രാവിലെയും വൈകുന്നേരം. അത് ചാലശ്ശേരി ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ചാലശ്ശേരി ഏട്ടൻ്റെ പെങ്ങളുടെ വീട് അവിടെ തന്നെയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചെത്ര ദൂരം വരണ്ടല്ലോ എന്ന് കരുതി രാവിലെ ഇഞ്ചക്ഷൻ എടുത്ത് ചേച്ചിയുടെ വീട്ടിലിരിക്കും. പിന്നെ ഉച്ചത്തെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട്. ആൻറ്റിബയോട്ടിക്കാണ്, അത് 5 ദിവസമുണ്ട്. അപ്പോൾ ഉച്ചത്തെ ഇഞ്ചക്ഷനും കൂടി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഏട്ടനും മോളും കൂടി വീട്ടിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് പോയാൽ പിന്നെ വൈകുന്നേരത്തെ ചായ കൂടി ആ സമയത്തേക്ക് എത്തുള്ളൂ. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ തോന്നും കേട്ടോ. ആകെ ഒരു നിശബ്ദത മാത്രമാണ്. അപ്പോൾ ഞാൻ അവർ പോയതിൻ്റെ ശേഷം പാത്രങ്ങളൊക്കെ കഴുകലും തുണി കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരിയും ഉഴുന്നും കൂടി വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം ഞാൻ കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ അത് കുതിരാൻ വേണ്ടി വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ അതിൽ ഈ അരിയുടെ ചളി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് നന്നായി കഴുകും. പിന്നെ അരയ്ക്കേണ്ട സമയത്ത് വെറുതെ ഒന്ന് ഈ വെള്ളം ഒന്നത് കഴുകി കളയുക മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടന് ഇഡ്ഡലിയാണ് അധികം ഇഷ്ടം. ബാക്കി ഒരു ഭക്ഷണത്തിനോടും ഇപ്പം അത്ര ഇതില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏട്ടന് ഇഡ്ഡലി എന്നും ഈ മാവ് കഴിയുമ്പോൾ ഏട്ടന് ഉണ്ടാക്കി കൊടുക്കാം. ഇടയിൽ ഒരു ദിവസം എനിക്ക് മോൾക്കും ദോശ അതിന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് അരി അരച്ച് വയ്ക്കുകയാണ്. പിന്നെ ഏട്ടൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകിയിടണം. പിന്നെ മോളുടെ യൂണിഫോം ഒക്കെ കഴുകി വെച്ച് ഉണങ്ങി അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. മോളുടെ കല്ലൊക്കെ അലങ്കോലമായിട്ടോ കിടക്കണം. ഇതൊക്കെ ഒന്ന് വീടും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അലമാരയൊന്നൊക്കെ വൃത്തിയാക്കണം. സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നേ എല്ലാം ചെയ്യണം. അപ്പോൾ മോളുണ്ടല്ലോ, മോളും കൂടി വന്നിട്ട് ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറാല തട്ടാറുണ്ട്. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ മാറാല തട്ടും. ഒരുപാട് മാറാല ഉണ്ടാവും. എവിടെ നിന്നാണ് ഉണ്ടാവണമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ വെറുതെ ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഇടയ്ക്കൊന്ന് അടിച്ചു വാരി തുടയ്ക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് തട്ടിയെടുക്കും, അത്ര തന്നെ. അപ്പോൾ ഇന്ന് തട്ടി നോക്കിയപ്പോൾ നല്ലോണം മാറാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്തത് എന്തായാലും നന്നായി എന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കണില്ല. ആരുമില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് എത്രയും മാറാല, എന്തൊരു കഷ്ടമാണെന്ന് അറിയില്ല. എവിടുന്ന് അതൊക്കെ വരണമെന്നും അറിയില്ല. ഈ ലൈറ്റൊക്കെ ഇടുമ്പോഴാണോ എന്താ അറിയില്ല. അങ്ങനെ ഞാൻ എല്ലാവരും ഒന്ന് തട്ടി വൃത്തിയാക്കി. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം ചോറ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ കുറേ ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു കറിയൊന്നും വെച്ചാൽ രാത്രി പിന്നെ ആ കറി ആരും കഴിക്കുന്നില്ല. മോള് വല്ല മാഗിയോ എന്തെങ്കിലും കഴിക്കുക. ഏട്ടന് പിന്നെ ഗോതമ്പത്തിൻ്റെ. പിന്നെ ചോറ് വെച്ചതും കറി വെച്ചതും ഉപ്പേരി വെച്ചതും ഒക്കെ ഞാൻ തന്നെ വീണ്ടും കഴിയും വരെ കഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനി ചോറൊന്നും വെക്കുന്നില്ല. ഉള്ള ചോറ് കുറച്ച് അതിനടുത്ത് തിളപ്പിച്ച് വാർത്തിട്ട് പിന്നെ മോരും കൂട്ടി കഴിക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പണികൾക്കൊക്കെ ഇന്നൊന്ന് മെനക്കെട്ട് നിൽക്കണത്. ഏതായാലും വീട്ടിൽ ആരും ഇല്ലേനും. അപ്പോൾ എന്തോ പോലൊരു തോന്നലും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് എൻഗേജഡായിരുന്ന ഇതില്ലല്ലോ. അപ്പോൾ എൻ്റെ അനിയൻ വരും. ഏട്ടൻ ഇഞ്ചക്ഷൻ ചെയ്യേണ്ട സമയത്തേക്ക് കേട്ടോ. രാവിലെ ഇഞ്ചക്ഷൻ ചെയ്യാനും ഉച്ചയ്ക്ക് ഇഞ്ചക്ഷൻ ചെയ്യാനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഏട്ടൻ്റെ അനിയൻ വരും. മോള് അവിടെ ചേച്ചിയുടെ വീട്ടിൽ അവിടെ ഇരുത്തുക ചെയ്യുക. പിന്നെ തിരിച്ചു വരുമ്പോൾ മോളേനും കൊണ്ട് ഇങ്ങോട്ട് പോരുക ചെയ്യുക. ഞാൻ ഏട്ടൻ്റെ കൂടെ പോവുകയാണെങ്കിൽ പിന്നെ മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ല. പിന്നെ സ്കൂട്ടിയിൽ 3 ആൾക്കും കൂടിയിട്ടൊന്നും പോകാനും വയ്യ. അപ്പോൾ മോള് പൊക്കോളാം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ അപ്പോൾ മോള് പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ അടുത്ത വീട്ടിലൊന്നും വെക്കേഷൻ ആയതുകൊണ്ട് എപ്പോഴും ആളുണ്ടാവണം എന്നും നിർബന്ധമില്ല. അപ്പോൾ ഇന്നത്തെ കാലമൊക്കെ വല്ലാത്ത ഇതല്ലേ, പേടിയല്ലേ. ഒരു ആളെന്നെ ചെറിയൊരു കുട്ടീനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകുമ്പോൾ എനിക്കും അവിടെ ഇരിക്കാനും ഒരു സമാധാനം. വൈകുന്നേരം വരെ ഇരിക്കും വേണ്ടേ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി പിന്നെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഏട്ടനും കൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. പിന്നെയും അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ.
പിന്നെ അടുത്ത് വീടുള്ളപ്പോൾ സൗകര്യമുണ്ട്. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ ഇരിക്കും. ഏട്ടൻ്റെ അനിയൻ വന്ന് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വീണ്ടും അവിടെ ഇരിക്കും. ഏട്ടന് കുറവുണ്ട്, എന്നാലും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷനും കൂടി വെച്ചാൽ അതിന് മുറിവ് പെട്ടെന്ന് മാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാറാലയൊക്കെ തട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തും ഒക്കെ ഒന്ന് തട്ടി വീടിൻ്റെ ചുറ്റുഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. അപ്പോൾ ആകെ ഇപ്പോൾ ഒരു ശബ്ദം പറയണത് ഇലക്ഷൻ പ്രചാരണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ശബ്ദം മാത്രമാണ് ഇപ്പോൾ ചുറ്റുപാടിൽ നിന്നൊക്കെ കേൾക്കാനുള്ളത്. നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഇലക്ഷൻ പ്രചാരണം കാര്യമായിട്ട് നടക്കുന്നുണ്ടാവും. ഈ മാറാല തട്ടിയതിൻ്റെ അതൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇനിയൊക്കെ ഒന്ന് അടിക്കുക, തുടയ്ക്കുക, പോയി കുളിച്ച് വരിക, ചോറൊക്കെ ഒന്ന് വാർത്ത് വെക്കുക. അത്രയും ഇന്നത്തെ പണിയുണ്ട്. ഇനി വൈകുന്നേരം 4:30 അടുക്കളയിലേക്ക് വന്നാൽ മതി. ആരും ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു പോലെ തോന്നും. സ്കൂൾ ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യണം. ഇതിപ്പോൾ തിങ്കളാഴ്ച വരെ ഇഞ്ചക്ഷൻ ഉണ്ട്. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച വരെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. തുടച്ച് വെയിൽ എന്ന് പറഞ്ഞാൽ പോലും ഉമ്മറത്തെ വാതിലൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് മുഖത്തേക്ക് അടിക്കും വെയിൽ. അങ്ങനത്തെ ഞാൻ അധികം ഈ വാതിൽ അടച്ചിട്ടിട്ട് തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇലക്ഷൻ പ്രചാരണത്തിന് നോട്ടീസൊക്കെ ആയിട്ട് ആൾക്കാർ വരും, അത്ര തന്നെ ഉള്ളൂ. അതൊക്കെയാണ് എൻ്റെ 10 മണി മുതൽ 1 മണി വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ചോറുണ്ട്, ഇതൊന്ന് കുറച്ചെടുത്ത് വാർക്കണം. പിന്നെ കുളിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വല്ലാണ്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തണ്ണിമത്തൻ പകുതി ഇരുന്നിരുന്നു, അതൊന്ന് കുറച്ചും കൂടി എടുത്ത് കഴിക്കാമെന്ന്. അപ്പോൾ അതൊക്കെ മുറിച്ച് ഉമ്മറത്ത് പോയി ഇരുന്ന് ഞാൻ തണ്ണിമത്തൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടിന് ഏറ്റവും പറ്റിയ ഫ്രൂട്ട് ഇതാണല്ലോ. പിന്നെ ഉച്ചത്തെ ചോറ് കറിയൊന്നും വെച്ചില്ലെങ്കിൽ രാത്രിയും ഭയങ്കര മെനക്കെടാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും രാത്രി ഭക്ഷണം ഉണ്ടാക്കണ്ടേ. ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി, അതിലേക്ക് പിന്നെ ഒരു കറി അതൊക്കെ വെക്കണം. മറ്റേത് ഏട്ടന് മാത്രം വെച്ചാൽ മതിയല്ലോ. ഞാനും മോൾ ഉച്ചത്തെ ചോറ് തന്നെയാണ് അധികം കഴിക്കാറും. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ഒരു സുഖം നോക്കിയിരുന്നാൽ രാത്രി നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു ആലോചന. പക്ഷെ ഉച്ചയ്ക്ക് വിചാരിക്കും ഒന്നിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ മതി, ആരും ഇല്ലല്ലോ എന്നും വിചാരിക്കും. അപ്പോൾ ഇനി രാത്രിയാണ് നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമായിട്ടുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഉമ്മറത്ത് പോയിരുന്ന് ഞാൻ ഇലക്ഷൻ പ്രചരണം അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് ഞാൻ ആ തണ്ണിമത്തനൊക്കെ ഇരുന്ന് കഴിച്ചു. ഇനി കിച്ചണിലേക്ക് ഇപ്പോഴൊന്നും കയറണ്ട, 4:30 തന്നെ ഞാൻ ചായയൊക്കെ വെക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്തേക്കും കയറിയാൽ മതി.